ഗുഡ് മോർണിംഗ്. രാവിലെ 5 മണിക്ക് എണീറ്റ് കുളിച്ച് ഫ്രഷായി വിളക്കെല്ലാം വെച്ച് ഇതെങ്ങോട്ടാന്ന് വെച്ചാൽ അടുത്തൊരു അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ അതെന്താ ഇത്ര ഒന്ന് അമ്പലത്തിൽ പോകുന്നത് വീഡിയോ ചെയ്യാമെന്ന് വെച്ചാൽ അതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. അതെങ്ങനെയാണ് പറയേണ്ടതെന്നൊന്നും എനിക്കറിയില്ല. പ്രശസ്തമായ പേര് കേട്ട അമ്പലമൊന്നുമല്ല, വളരെ കുഞ്ഞമ്പലമാണ്. നമ്മൾ ബെഡ്റൂമിൻ്റെ ജനൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ, വിൻഡോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ദൂരെ അമ്പലം കാണാം. ഇങ്ങനെ പാട്ട് കേൾക്കും, എപ്പോഴും രാവിലെ പാട്ട് വെക്കും. അത് ചിലപ്പോൾ അയ്യപ്പൻ്റെ ആയിരിക്കും, ചിലപ്പോൾ കണ്ണൻ്റെ ആയിരിക്കും, ചിലപ്പോൾ ദേവീയുടെ ആയിരിക്കും. അതുകൊണ്ട് എന്നാ അവിടെ പ്രതിഷ്ഠ എന്നൊന്നും അറിയില്ല. പക്ഷെ ഞാൻ എന്തെങ്കിലും സങ്കടം വരുമ്പോഴോ ഒക്കെ ഞാൻ ആ ജനൽ തുറന്നിട്ട് അവിടെ നോക്കി ഇങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് പല കാര്യങ്ങളും എന്താ പറയുക, പ്രാർത്ഥന കേട്ട് എല്ലാം ശരിയായ പോലെ എനിക്കത് എന്തോ ഭയങ്കര. എന്നിട്ട് ഞാൻ തിരുവോട്ടനോട് ഇങ്ങനെ പറഞ്ഞു, തിരുവോട്ടം നമുക്ക് അമ്പലത്തിൽ പോകണം. എന്നിട്ട് അതിങ്ങനെ ദൂരെ ഇങ്ങനെ കാണാമെന്നല്ലാതെ എങ്ങനെ അവിടെ എത്താമെന്നും അറിയില്ല. എന്നിട്ട് ദിനുവേട്ടന് ഞാനൊരു ദിവസം നോക്കാം നമുക്ക്, എന്നിട്ട് രാവിലെ പോകാൻ, എന്നിട്ട് വൈകുന്നേരം കാറും എടുത്ത് ഇറങ്ങിയിട്ട് ആ റൂട്ടിലേക്ക് ഞാൻ എത്താൻ പറ്റുന്ന പോലെയുള്ള വഴികളിലൊക്കെ പോയി. പക്ഷെ ഓരോ വീട്ടിൻ്റെ മുമ്പിൽ വേറെ എവിടെയൊക്കെ എത്തിപ്പെട്ടത് ആ അമ്പലം കിട്ടിയേയില്ല. അപ്പോൾ ഞങ്ങൾക്കൊന്ന് അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നമുക്ക് അടുത്ത് എവിടെ അയ്യപ്പൻ്റെ അമ്പലം എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ ഫസ്റ്റ് കണ്ടത് ആ അമ്പലം. ആ ഗൂഗിളിൽ ഫോട്ടോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ അമ്പലമാണ്. അപ്പോൾ എനിക്കെന്തോ ഭയങ്കര സന്തോഷമായി. അതുകൊണ്ട് ഞാൻ ഭയങ്കര അമ്പലത്തിൽ പോകാൻ പറ്റണേന്ന് ഞാൻ ഭയങ്കര ആഗ്രഹിച്ചത്. അപ്പോൾ എന്തോ ഭയങ്കര സന്തോഷം. അപ്പോൾ നമുക്ക് ഒന്നിച്ച് പോകാൻ. ഞാൻ കുളിച്ച് റെഡിയായി, ഏട്ടൻ കുളിക്കുന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ, നമുക്ക് അമ്പലത്തിൽ പോയിട്ട് വരാം. അപ്പോൾ ദിനുവേട്ടൻ കുളിച്ച് വന്നു. ഇനി നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോവാം. അപ്പോൾ മാപ്പ് ഇടണം, എങ്ങോട്ടാണ് എങ്ങനെയാണ് റൂട്ട് അറിയില്ല. 4 കിലോമീറ്റർ അല്ലേ നോട്ട് ഇന്നലെ കാണിച്ച 4 കിലോമീറ്റർ. ഇന്ന് ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഓണം സെലിബ്രേഷനാണ് കേട്ടോ. പക്ഷേ ഞാൻ പോകുന്നില്ല. ഒന്നാമത് കഴുത്ത് വയ്യ. അപ്പോൾ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ, അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒന്നും എൻജോയ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വർക്കുണ്ട്, മീറ്റിംഗ് ഉണ്ട്. അപ്പോൾ ഇത് അതിൻ്റെ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അത് കണ്ടോ, കസേരയും ഇതൊക്കെ ഇറക്കി ഇവിടെ സ്റ്റേജ് കെട്ടി. പിന്നെ ഇതാ ഇവിടെ പൂട്ടു. ഓണം കഴിഞ്ഞിട്ട് 1 വീക്കായി. പക്ഷെ എല്ലാവരുടെ അവൈലബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്ത്, കാരണം വെക്കേഷൻ ടൈം ആകുമ്പോഴത്തേക്ക് എല്ലാവരും നാട്ടിലേക്കൊക്കെ പോവുമല്ലോ. അപ്പം ഇപ്പം എല്ലാവരും എത്തി. സമ്മതിക്കൂല. അപ്പം ഇപ്പോഴാണ് നമുക്കിവിടെ ഫ്ലാറ്റിൽ ആഘോഷം. പൂക്കൾ കാണിച്ചു. ഉള്ളിലുണ്ടോ? ഓ, ഞാൻ പുറത്തിട്ട് കണ്ടില്ല. അപ്പം സ്റ്റേജിന്റെ ഫ്രണ്ടിൽ വലുതിട്ടിട്ടുണ്ട്. ഞാൻ മുമ്പിലത്തെ ഞാൻ കണ്ടില്ല. അത് തിരിച്ചു പോകുമ്പോ കാണിക്കാം കേട്ടോ. ഇത് രസമല്ലേ രാവിലെ ഇങ്ങനെ കാണാൻ. നമ്മൾ ഈവനിങ് അമ്പലത്തിൽ പോവാറുണ്ട്, രാവിലെയും പോവാറുണ്ട്. പക്ഷെ ഈവനിങ് പോകുന്നതിനേക്കാളും എന്നെ ഒന്നും പറയാൻ വിടുന്നില്ലേ ഗൂഗിള്. സാരില്ല. ഈ രാവിലെ നമ്മൾ കുളിച്ച് പോകുന്നത് വേറെ തന്നെ എന്തോ ഒരു പോസിറ്റീവ് വൈബല്ലേ. ആ ഫുൾ ഡേ എനിക്ക് എന്തോ ഭയങ്കര ഇല്ലേട്ടാ. ഈവനിങ് പോകുന്നതിനേക്കാളും ഞാൻ പറഞ്ഞ അമ്പലം അല്ല കേട്ടോ. ഇനിയും അത് ദിനുവട്ടം പറഞ്ഞ പോലെ കണ്ടുപിടിക്കണം. അതിപ്പോൾ ആ റൂട്ടിൽ മാറി അങ്ങ് പോയി. ഇതിപ്പോൾ കാക്കനാട് ടൗൺ എത്താനായി. അപ്പോൾ നമ്മൾ ആ റൂമിൽ നിന്ന് കാണുന്നതല്ല. പക്ഷെ അതെങ്ങനെ അതിനോട്ടൊന്നും കണ്ടുപിടിക്കുക? അത് ഏത് റൂട്ടിലേ പോയിട്ടും അത് ഞാൻ ഇവരോട് ഇപ്പം കുളിക്കുന്ന സമയത്ത് ഇൻട്രോയിൽ പറഞ്ഞേ, ആ അമ്പലം കണ്ടുപിടിച്ചുന്ന്. ശരിക്കും നമ്മൾ കാണുന്ന അമ്പലം തന്നെയായിരുന്നു മാപ്പിൽ നോക്കുമ്പോൾ ഫോട്ടോ. ഞാനും അത് തന്നെയെന്ന് വിചാരിച്ച. പക്ഷെ അതല്ല കേട്ടോ. അത് കുഴപ്പമില്ല, നമ്മൾ അയ്യപ്പൻ്റെ അമ്പലമല്ലേ. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം.
ഇതാട്ടോ അമ്പലം. ദൂരെ കാണുന്നത്, അങ്ങോട്ടേക്ക് വണ്ടി പോവില്ല, കണ്ടോ? ഇങ്ങനെ നമ്മളൊരു കുന്നിൻ്റെ താഴെയാണ്. അപ്പോൾ ഇതിങ്ങനെ ഇറങ്ങി താഴോട്ട് പോകണം. അപ്പോൾ നമ്മളിവിടെ റോഡ് സൈഡിൽ വണ്ടി വെച്ചു. ഇനി ഞങ്ങൾ തൊഴുതിട്ട് വരാം കേട്ടോ. ദൂരം കാണുന്ന കുഞ്ഞമ്പലം. അപ്പോൾ തൊഴുതിട്ട് വരേ. അപ്പോൾ നമ്മൾ തൊഴുത് കഴിഞ്ഞു. നമുക്കിവിടുന്ന് നേരെ അടുത്ത സ്ഥലത്തേക്ക് പോവാം. അതിന് മുമ്പ് ഞാൻ അമ്പലത്തിൻ്റെ കവാടം കാണിച്ചിട്ടുള്ളത് കേട്ടോ. കാക്കനാട് അത്താണി ശ്രീ അയ്യപ്പ ക്ഷേത്രം. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മൾ ഫ്ലാറ്റിൻ്റെ തൊട്ടടുത്തൊരു കുഞ്ഞ് ഗണപതിയുടെ അമ്പലമുണ്ട്. നമ്മളെപ്പോഴും അവിടെയാണ് പോവുക. അപ്പോൾ അവിടെയും കൂടെ തൊഴുതിട്ട് ഫ്ലാറ്റിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അതും ഇതേപോലെ തന്നെ ഒരു കുഞ്ഞമ്പലമായിരുന്നു. പക്ഷേ അതിപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അവർ വേറെ പുതിയൊരു അമ്പലം പണിതു കേട്ടോ. ഇപ്പോൾ എത്തും, ഞാൻ കാണിക്കാം. ഇതാണ് പുതിയതായിട്ട് ഇനാഗുറേറ്റ് ചെയ്ത IT ടവർ, ട്വിൻ ടവേഴ്സ് 2 എണ്ണം. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് ഞാനിപ്പോൾ പറഞ്ഞ ഗണപതിയുടെ അമ്പലം വരുന്നത്. ഇപ്പോൾ എത്തും, കാണിക്കാം കേട്ടോ. ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ്. ഇവിടെ ഇതാണ് ഞാൻ പറഞ്ഞത്. ഈ കുഞ്ഞമ്പലമായിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പം ഇങ്ങനെ മൂടിക്കെട്ടി അതിൻ്റെ തൊട്ട് താഴെ തന്നെ വലിയൊരു അമ്പലം അവർ പണിതു. അപ്പോൾ നമുക്ക് അവിടെയും കൂടെ തൊഴുതിട്ട് വരാം. അങ്ങനെ അവിടെ നിന്നും തൊഴുതിറങ്ങി ഇനി നേരെ ഫ്ലാറ്റിലോട്ട്. ഇതാട്ടോ ഞങ്ങളുടെ ഉള്ളിലിട്ടിരിക്കുന്ന പൂക്കളം. അപ്പോൾ ഇനി നേരെ ഫ്ലാറ്റിലേക്ക് പോവുക, ബ്രേക്ക്ഫാസ്റ്റ് ആക്കുക, കഴിക്കുക, വർക്കിന് കയറുക. അപ്പോൾ ഞങ്ങൾ ഫ്ലാറ്റിലെത്തി. അപ്പോൾ ഇന്നത്തെ കുട്ടി വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസമാകട്ടെ എന്ന് നേരുന്നു. അപ്പോൾ വീഡിയോസ് എല്ലാം കാണുക, നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇന്നൊരു സാറ്റർഡേ ആണ്, സൺഡേ ആയിരിക്കും ഇത് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിരുന്ന കുറേ പരിപാടിയുണ്ട്, വർക്കുണ്ട്. അതുകൂടാതെ നമ്മുടെ സാരി ബിസിനസ് ഒരിക്കൽ കൂടെ പറയാം, നമ്മുടെ DM ഫാഷൻസ് ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാവരും ചെക്കൗട്ട് ചെയ്യുക. ഞാൻ പേജ് താഴെ മെൻഷൻ ചെയ്യാം കേട്ടോ. അപ്പോൾ കുറേ കളക്ഷൻസ് റീസ്റ്റോക്ക് ചെയ്യാനുണ്ട്, കുറേ സ്റ്റോക്കിൽ നിന്ന് വരാനുണ്ട്. അങ്ങനെ കുറേ അതിൻ്റെ ഓർഡേഴ്സൊക്കെ എന്തൊക്കെയോ പരിപാടികളുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.